അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അയാള് ഇതിന് രൂപം കൊടുത്തു. അവനൊരു പൊട്ടനാണ്, ബോളം. ആര്? ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആള് പച്ച സഫീഹാണ്. അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അയാള് ഒന്നുകൂടി ഇട്ടോ, അത് കേൾക്കട്ടെ. എന്തായാലും കനത്തിൽ കൊടുക്കണമല്ലോ, കൊടുക്കും. അത് തന്നെ ഒന്നുകൂടി ഇട്ടോ, ആ ക്ലിപ്പ് തന്നെ ഒന്ന് ആവർത്തിച്ചാൽ മതി. അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അയാള് ഇതിന് രൂപം കൊടുത്തു. അവനൊരു പൊട്ടനാണ്, ബോളം. ആര്? ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആള് പച്ച സഫീഹാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് ആരാ? പൊട്ടനാണ്. ആണോ? ദാ കിതാബ്, നിങ്ങൾക്കുള്ള കിതാബാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. മഫാഹിമു യജിബു അൻ തുസഹഹ്. ഇതെഴുതിയത് ആരാണ്? സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി എഴുതിയതാണ്. മനസ്സിലാക്കണം, ഇതിലൊരു ഭാഗം തന്നെ കൊടുക്കുകയാണ്. എന്താണ് ഇതിൽ കൊടുത്ത ഭാഗം? ഇതിന്റെ 81-ാമത്തെ പേജ് മറിച്ചാൽ ഒരു ഭാഗം കാണാൻ കഴിയും. ആ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പൊട്ടനെന്ന് പറഞ്ഞ, നിങ്ങൾ ആക്ഷേപിച്ച, വേറെന്താ ഈ നാടൻ ഭാഷയിൽ എന്താ പറയാ, എനിക്ക് തിരിഞ്ഞില്ല. മനസ്സിലാക്കണം. അങ്ങനെ ഉള്ള ആളാണെന്ന് പറഞ്ഞ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് ഇതിന്റെ 81-ാമത്തെ പേജിൽ പറയുന്നത് മൗഖിഫ് ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളിതൊന്നും ഇവിടെ കിതാബ് എടുത്ത് വായിക്കണം കേട്ടോ. ഗൂഗിൾ ചെയ്തിട്ട് കാര്യമില്ല, കിതാബ് കൊണ്ടുവന്നിട്ട് വായിക്കണം. ഇതിപ്പോൾ 1, ഇനി അടുത്തത് 2. ഇതും കിതാബ് തന്നെയാണ്. ഇതും അദ്ദേഹം തന്നെ എഴുതിയ കിതാബാണ്. മൻഹജുസ് സലഫ് ഫീ ഫഹ്മിൻ നുസൂസ് ബൈനൻ നളരിയ വത്തത്ബീഖ്. ഈ 2 കിതാബും മറുപടിക്ക് മര്യാദക്ക് വായിച്ചോണം. ഇല്ലെങ്കിൽ ബാക്കി അടുത്ത മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു തരും. മര്യാദക്ക് കിതാബ് ഇവിടെ കൊണ്ടുവന്ന് വായിച്ചോണം. ഇതിലെന്താ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, പേജ് നമ്പരൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം, വിഷമിക്കണ്ട. ഇതിൻ്റെ 76-ാമത്തെ പേജ് ഒന്ന് മറിച്ചിട്ട് ഇവിടെ നിന്ന് വായിക്കണം. കാരണം ഇത് എഴുതിയ ആളാരാണ്? ഇത് എഴുതിയത്? സയ്യിദ് അലവി അൽ മാലിക്കിയാണ്. സയ്യിദ് അലവി അൽ മാലിക്കിയാണ്. നിങ്ങൾ പൊട്ടനെന്ന് പറഞ്ഞ് ഈ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ആക്ഷേപിച്ച ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് ഇതിന്റെ 76-ാമത്തെ പേജിൽ പറയുന്നത്, അൽ ഇഫ്തിറാഉ അല ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഅത്ബാഇഹി വറദ്ദു അലാ തിൽകൽ മുഫ്തറയാത്ത്. പൊട്ടനെ വിളിക്കണ പേരാ ശൈഖ് ആണോ? വിളി ശൈഖുന എന്നൊക്കെ പറഞ്ഞ് വിളിക്കണൊക്കെ പൊട്ടന്മാരെയാ? ആണോ? അൽ ഇഫ്തിറാ അല ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് കള്ളത്തരം പറയുന്ന, കച്ചകെട്ടി പറയുന്ന ആളുകൾ, അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല വഅത്ബാഇഹി, അദ്ദേഹത്തെ പിന്തുടരുന്നവരെ കുറിച്ച് കച്ചകെട്ടി പറയുന്ന, കള്ളം പറയുന്നവർക്ക് വറദ്ദു അലാ തിൽകൽ മുഫ്തറയാത്ത്, ആ പെരും നുണക്കുള്ള മറുപടി, ആ പൊട്ടത്തരത്തിന്, ആ രൂപത്തിൽ, അതേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ എതിർക്കുന്ന പൊട്ടത്തരത്തിന് ഉള്ള മറുപടി ആരാ എഴുതിയത്? സയ്യിദ് അലവി അൽ മാലിക്കി. ആരായാള്? കോൻ ഹേ സയ്യിദ് അലവി അൽ മാലിക്കി? ആരാ? ഇവരുടെ ബുക്കിൽ തന്നെ നോക്കാം, നോക്കാം. ആരാണ് സയ്യിദ് അലവി അൽ മാലിക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. ഈ പറയുന്ന തോക്കെ സഖാഫി ആരാണ്? സഖാഫിയാണ്. സഖാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോഴിക്കോടുള്ള കാന്തപുരത്തിൻ്റെ കീഴിലുള്ള മർക്കസു സഖാഫത്തി സുന്നയിൽ നിന്ന് കിട്ടുന്ന ബിരുദമാണ്. എന്നാൽ ആ മർക്കസു സഖാഫത്തി സുന്നിയ അതിന് ശിലാസ്ഥാപനം നിർവഹിച്ചത് ആരാണ്? ആ മർക്കസു സഖാഫത്തി സുന്നയ്ക്ക് ശിലാസ്ഥാപനം നടത്തിയ ആളാരാണ്? കേട്ടോ, 1977 കേരളത്തിൽ ആദ്യമായി അദ്ദേഹം വരികയുണ്ടായി. മർക്കസു സഖാഫത്തി സുന്നയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ആ അനുഗ്രഹീത കരങ്ങളാണ്. ബുക്ക് തന്നെ കൊണ്ടുവന്നാണ്. ഇത് ഫോട്ടോ കോപ്പി ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നാൽ മതി വായിച്ചാൽ. പക്ഷേ ഇയാൾക്ക് കിതാബ് തന്നെ കാണുമെന്നുള്ളത് കൊണ്ട് അങ്ങനെ കണ്ടോ ഇതിലുള്ളതാ. മനസ്സിലായോ? അപ്പം മർക്കസിന് തറക്കല്ലിട്ട, മർക്കസു സഖാഫത്തി സുന്നയ്ക്ക് തറക്കല്ലിട്ട സയ്യിദ് അലവി അൽ മാലിക്കി എഴുതിയ കിതാബാണിത്. ഇതിൽ പറയുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വലിയ മഹാനാണ്. ശൈഖുൽ ഇസ്ലാം, അതേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വലിയ മഹാനാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ല വലിയ മഹാനാണ്. ഇബ്നു ഖയ്യിമിനെയൊക്കെ ഇവിടെ വെച്ച് പറഞ്ഞ വർത്താനം ഞാൻ ക്ലിപ്പിടാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, വളരെ മോശമായിട്ടാണ്. എന്നാൽ മർക്കസിന് തറക്കല്ലിട്ട ആള് പറയുകയാണെന്ന് വലിയ മഹാനാണ്. മാത്രമല്ല
മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പേരിൽ ഇഫ്റാ നടത്തിയ കള്ളപ്രചരണം നടത്തിയ ആളുകൾക്ക് മറുപടി പറയുകയാണ്. ആര്? അതെ, ഈ പറയുന്ന മുസ്ലിയാർ തറക്കല്ലിട്ട സ്ഥാപനം, ആ സ്ഥാപനത്തിന് ആ തറക്കല്ലിട്ട വ്യക്തി ഇതാ ആ സ്ഥാപനത്തിൽ പഠിച്ചു വന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മുഹമ്മദ് അബ്ദുൽ വഹാബ് ചില്ലറക്കാരനല്ല, അദ്ദേഹത്തിന്റെ പേരിൽ നുണപ്രചരണം നടത്തിയ ആൾ ഞാൻ മറുപടി പറയും. ആര്? മർക്കസിൽ തറക്കല്ലിട്ട ആൾ മറുപടി പറയും. ഈ നാട്ടുകാരോട് ചോദിക്കട്ടെ, അല്ല തറക്കല്ലിട്ട ആൾ പറയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് മഹാനാണ്, അവിടെ പഠിച്ചു വന്നിട്ട് ഒരു സക്കാഫി ഇവിടുത്തെ കാളിയാണെന്നൊക്കെ പറയുന്നത്. പഠിച്ചവരെ സുബഹാനല്ല. കാരണം ഇപ്പോൾ അങ്ങനെയാണ്, ഇത് മുഫ്തിയൊക്കെ വളരെ വേഗത്തിലാവും. ഗ്രാൻഡ് മുഫ്തി സത്യത്തിൽ വ്യാജ മുഫ്തിയാണ്. പക്ഷെ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നിങ്ങളുടെ കർണാടക മുഫ്തിയായിട്ടൊക്കെ മാറാനുള്ള ആളാണ് എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കൗമിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് പ്രയാസം. കാരണം ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാദമൊക്കെ പറഞ്ഞു പോകും. അവർ ഈ കേൾക്കണ മൂല്യന്മാർ വിചാരിക്കുക, അല്ലെങ്കിൽ നാട്ടുകാർ വിചാരിക്കുക ഇവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്, ഇവർക്ക് കിതാബ് തുറന്ന് പറയണില്ലേ, പറയണതൊക്കെ നേരത്തെ അവരെ താരീഫ് പോലും തലതിരിച്ചാൽ പറയണത് എന്നുള്ളത് ഈ സമൂഹത്തിന് കൗമിന് തിരിയണില്ലല്ലോ. പാവപ്പെട്ട മൂല്യന്മാരടക്കം അതിനകത്ത് നിന്ന് തലയാട്ടി പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കും നമുക്കും ഹിദായത്തിൻ്റെ വഴി തരുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് 10:15. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മറ്റൊരവസരത്തിൽ കൂടുതൽ വിശദമായി തെളിവുകൾ നിരത്തി സംസാരിക്കാം. നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരെ കിതാബുകൾ നിരത്തി ഉസ്താദ് മറുപടി പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായ കാര്യം ഹക്കായ നിലയിൽ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ അവസാന ശ്വാസം അള്ളാഹു അളന്നു തന്ന ശ്വാസം റബ്ബ് സുബ്ഹാനഹു വ തആല അളന്നു തന്നതാണ്. ഓരോ ദിവസവും പകലും രാത്രിയും, പകൽ 12,000, രാത്രി 12,000, അങ്ങനെ ഒരു ദിവസം 24,000 വട്ടം ശ്വസിക്കാനുള്ള വ്യവസ്ഥയും ശ്വാസവും ഒക്കെ അള്ളാഹു തന്ന് നമുക്ക് ആയുസ് തരികയാണ്. അതിങ്ങനെ അവസാനത്തെ ഒരു ശ്വാസമുണ്ട്, അവസാനത്തെ ഒരു ശ്വാസം. എല്ലാ ശ്വാസവും അതിൻ്റെ റേഷൻ തീർന്ന് അവസാനത്തെ ആ ശ്വാസത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അതിൽ അടിയുറച്ചു നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് സാക്ഷികളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് വേർപെട്ടു പോയി. പ്രത്യേകിച്ച് റസാഖ് ഹാജി, അദ്ദേഹം മരിച്ചതിനു ശേഷം വരുന്ന ആദ്യത്തെ പരിപാടിയാണ് ഇത്. പലപ്പോഴും നമുക്കറിയാം ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയ മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, നേതാക്കളൊക്കെ അവരിന്ന് ഖബറിലാണ്. അള്ളാഹുവേ, അവരുടെ ഖബറും നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അള്ളാഹ്. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. സ്വാലിഹായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.